ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ട്രംപ് ജപ്പാനുമായിട്ടുള്ള ട്രേഡ് ഡീല് അനൗൺസ് ചെയ്തിട്ടുണ്ട്, താരിഫ് ഡീൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ 15% മാത്രമേ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു അനൗൺസ്മെൻ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാസീവ് ജാപ്പനീസ് US താരിഫ് ഡീൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം അമേരിക്കയിൽ നിന്ന് ട്രക്കുകളും അതുപോലെ തന്നെ ബസ്സുകളും അരിയൊക്കെ ജപ്പാൻ ഇമ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിവായിട്ടില്ല. പക്ഷേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 40,912 നിക്കായുടെ 7:30 ഹൈ വന്നിരിക്കുന്നത്, പുതിയ 52 വീക്ക് ഹൈ. അതോടൊപ്പം തന്നെ ജപ്പാനിലെ ഓട്ടോമൊബൈൽ കമ്പനികളെല്ലാം തന്നെ റാലിയാണ്. ടയോട്ട 11% മേലെയാണ്, ഹോണ്ട അറൗണ്ട് 10% മേലെയാണ്. മറ്റെല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും ഈ അനൗൺസ്മെൻറ്റിന് ശേഷം ജപ്പാനിൽ റാലിയാണ്. തീർച്ചയായിട്ടും ഇത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ ടഫ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹം താഴെ വരുന്നൊരു കാഴ്ചയാണെന്ന് കാണുന്നത്. അപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള താരിഫ് ഡീലിലും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പൊതുവെ ട്രേഡ് ഡീലിൻ്റെ അല്ലെങ്കിൽ താരിഫ് ഡീലിൻ്റെ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ ഇനി മാർക്കറ്റിൽ വലിയ രീതിയിൽ വളാട്ടലിറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ന് അമേരിക്കൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും ബെറ്ററായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ഈ ഡീൽ അനൗൺസ്മെൻറ്റിന് ശേഷം ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു അമേരിക്കയിലെ. ടെസ്ല, ആൽഫബറ്റ്, ആപ്പിളൊക്കെയാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ള സ്റ്റോക്കുകൾ. അതോടൊപ്പം ഇന്ന് ടെസ്ലയുടെയും ആൽഫബറ്റിൻ്റെയും Q2 റിസൾട്ട് അനൗൺസ്മെൻറ്റുകളും ഉണ്ട്. ആ റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾക്ക് അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമുക്ക് അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച 29-30 തീയതികളിൽ US ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഒപ്പം ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് നിമിഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നേക്കാം. ഇന്നലെയും ട്രംപ് പറഞ്ഞിരിക്കുന്നത് ജെറോം പവൽ റിസൈൻ ചെയ്ത് പോകണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഓവറോൾ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളുടെ ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകളും ബെറ്ററായിട്ട് തന്നെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ബെറ്ററായിട്ട് ഓപ്പൺ ചെയ്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്തെങ്കിലും സെല്ലേഴ്സാണ് 3548.92 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഫണ്ടുകൾ 5239.77 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗോൾഡ് വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3,422 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ 14 ഇയർ ഹൈനടുത്താണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. $39.56 പെർ ഔൺസിനാണ് സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ സിൽവർ മിക്കവാറും $40 പെർ ഔൺസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 86.25 രൂപ പെർ ഡോളറിനാണ്. അപ്പോൾ ഓവറോൾ ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ. നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന താരിഫ് ഡീൽ മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അനൗൺസ്മെൻറ്റ് വന്നേക്കാം. 5ാമത്തെ റൗണ്ട് ഒരു തീരുമാനമെത്താതെ പിരിഞ്ഞിരിക്കുകയാണ്. അടുത്ത റൗണ്ട് ഡിസ്കഷൻ ഒരു പക്ഷേ സെപ്റ്റംബറിലേ ഉണ്ടാവുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനു മുമ്പ് ട്രംപ് എന്തെങ്കിലും അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ മൈനർ ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിലും കണ്ടേക്കാം. Q1 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ Paytm ആണ് ബെറ്റർ റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റിങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് Paytm നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. Paytmനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡിക്സൺ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. അതുപോലെ തന്നെ ദാൽമിയ ഭാരത് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. JSW ഇൻഫ്ര ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. അതോടൊപ്പം തന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിൻ്റെ പേര് ജിൻഡാൽ സ്റ്റീൽ ലിമിറ്റഡ് എന്നായിട്ട് റീനെയിം ചെയ്തിരിക്കുകയാണ്. കോർ ആക്ടിവിറ്റീസിനെ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇങ്ങനെ നെയിം ചേഞ്ച് വന്നിരിക്കുന്നത്. പവർ സെക്ടറും കൂടി ഉണ്ട് JSPL. ഒപ്പം തിലക് നഗർ ഇൻഡസ്ട്രീസ് ലിക്കർ കമ്പനിയാണ്. അവർ ഇമ്പീരിയൽ ബ്ലൂ വിസ്കി എന്ന് പറയുന്ന ബ്രാൻഡ് ഫ്രാൻസിലത്തെ പെർണോർ റിക്കാർഡയിൽ നിന്ന് അക്വയർ ചെയ്യാണ്. തിലക് നഗർ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്.
അതോടൊപ്പം തന്നെ ബിർള ഓപ്പസ് ഗ്രാസിമെൻ്റ് അണ്ടറിലുള്ള ബിർളയുടെ പെയിൻറ്റ് കമ്പനിയാണ് 6 മാസത്തിനുള്ളിൽ തന്നെ 3rd ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യയിലത്തെ 3rd ലാർജസ്റ്റ് പെയിൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഇത് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ്. ഒപ്പം SMEയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന മൊണാർക്ക് ഇന്നലെ ഇഷ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ 18.36 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. SMEയിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. BSE SMEയിലാണ് ഈ IPO വരുന്നത്. അതോടൊപ്പം തന്നെ ഓർഡർ ബാങ്കിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻസ് റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള വാട്ടർ റിലേറ്റഡ് കമ്പനിയാണ്. 183 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കമ്പനിയാണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ അപ്രീസിയേഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഓസ്വാൾ പമ്പ്സ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഉണോമിൻഡ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ബോംബെ ഡൈങ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. സിംഗർ ഇന്ത്യ സ്വിയിങ് മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 202.7 കോടി രൂപയ്ക്കുള്ള ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു MNC കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന 30.26% ഉള്ളൂ. 2 രൂപയാണ് ഫേസ് വാല്യൂ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 66 രൂപ റേഞ്ചിലൊക്കെയാണ്. കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഈ ഓർഡർ ബാങ്കിങ് ന്യൂസ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ കമ്പനിക്ക് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഒരു ബെറ്റർ സെൻറ്റിമെൻറ്റ് പ്രിവെയിൽ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ, ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൊമെൻറ്റം കൂടാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഒരു കോഷൻ ആവശ്യമാണ്. വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് Q1 റിസൾട്ടുകൾ വരുന്നത് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ ഒരുപക്ഷെ അപ്വേർഡ് മൊമെന്റത്തിനെ അത് ഇമ്പാക്ട് ചെയ്തേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.